വടക്ക് പുറത്ത് ഇനി ഒരു ചോദ്യമില്ല അവസാനം പത്രപ്രവർത്തന ചിത്രവേലൻ അയാൾക്ക് ചെവിടും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണ് വേണ്ടത്? എന്റെ അടുത്ത് വേണ്ട. ഇയാളെ നിന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോ. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. 10 വർഷത്തിന് ശേഷം ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിനെ കിട്ടി നമുക്ക്. അങ്ങനെ കേരളത്തിനും കിട്ടിയ ഒരു പൂക്കി മുഖ്യമന്ത്രി. നോക്കിക്കോ, 2 ദിവസം കൊണ്ട് അമ്മയെ ഉള്ളം കയ്യിലെടുക്കും ചങ്ങാതി. ഇൻസ്റ്റയിൽ തരംഗമാവുകയാണ് മുഖ്യമന്ത്രി VDSന്റെ വൈറൽ ചിരി. ജൻസികളും ജനാൽഫകളും ചിരി ഏറ്റെടുത്തതോടെ ട്രോളുകളിലും സ്റ്റിക്കറുകളിലും വരെ പുതിയ മുഖ്യമന്ത്രിയുടെ വൈബ് ചിരി വൈറലാവുകയാണ്. എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സാറ് മതി ഞങ്ങൾക്ക്. നിങ്ങളാണ് പുലി. തമിഴ്നാട്ടിലെ പവർഫുൾ CM വിജയൻ ഞങ്ങൾ കൊണ്ടുപോനെ. എല്ലാവർക്കും എന്നെ മതി. CM സാർ മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. പോക്കി മുഖ്യമന്ത്രി എന്നും പറഞ്ഞിട്ട് ഞാനൊരു എനിക്കൊരു വാത്സല്യം കൊണ്ട് കാണിച്ചായിരുന്നു. കലക്കി കളഞ്ഞു കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവരായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവര് പറയുമ്പോ ആ വാക്കൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കഥ കഴിയും. ഉടനെ പ്ലേറ്റ് അങ്ങ് മാറ്റി പിടിച്ചു നിക്കണ്ടേ. മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി സ്റ്റൈലൻ ചിരിയാ. നല്ല മനസ്സാ. നമ്മൾ സംസാരിച്ച് പോകുമ്പോ അവര് പറയും തന്ത വൈബാണെന്ന് പറയും. താനങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. നിങ്ങൾക്കുണ്ടോ ഇതുപോലൊരു പൂക്കി മുഖ്യമന്ത്രി എന്ന ചോദ്യത്തോടെ മല്ലു ജൻസികൾ വൈറൽ ചിരി ഷെയർ ചെയ്തതോടെ നാഷണൽ ലെവലിൽ വരെ സംഗതി ഹിറ്റ്. നീ കൊറേ പ്രോഗ്രസ് ഉണ്ടാക്കാൻ നോക്കി, അതിനൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം വൈറലായി മാറിയിരിക്കുന്ന ആ റിയാക്ഷൻ ഇനിയും ഒരുപക്ഷെ ഒരുപാടിടങ്ങളിൽ അത് ഇനി കുറെ ദിവസത്തെ കൂടി കണ്ടേക്കാൻ സാധിക്കും. അപ്പോഴേ കണ്ട് പടി. അല്ല മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. സെൽഫി എടുക്കാനെത്തിയ ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് നോ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി. ഈ പറയുന്ന പോലെ ഇത് വലിയ കാര്യമൊന്നുമല്ല. അസൂയ കൊണ്ട് ആൾ അതൊന്നും പറയുന്നു എഴുതുന്നു അല്ല. എന്താ തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. പാവം.